ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റിയിലെ LGS സസ്യയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ ഒരു നൂലാമാലയിൽപ്പെട്ടുടരുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണത്. നീതു സുരേന്ദ്രൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ്. ഈ കേസിൽ 12/2/2024 വിധി ഈ ഉദ്യോഗാർത്ഥികളെ ആകമാനം ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ക്യാൻസൽ ആകും. ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് വന്നിട്ടില്ല. ഈ സെലക്ഷൻ റദ്ദു ചെയ്യപ്പെടും, പുതിയ നോട്ടിഫിക്കേഷൻ PSC നടത്തേണ്ടി വരും തുടങ്ങി അനേകം വാദഗതികൾ, അഭിപ്രായങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിലയം പ്രാപിക്കുകയാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ സങ്കടത്തോടു കൂടി വിളിക്കുന്നു, സാറേ ഇനി എന്താകും, ഞങ്ങളൊക്കെ പ്രതീക്ഷകളോടിരുന്നതാണ്, വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, ഇനി എന്താണ് മാർഗമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു അടിയന്തര സാഹചര്യം പ്രമാണിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ വിധി പ്രസ്താവത്തെ വിലയിരുത്താനൊന്ന് ശ്രമിക്കുകയാണ്. അതോടൊപ്പം ഇതിലെന്തായാലും ഗവൺമെൻറ്റും PSCയും അപ്പീൽ പോകുന്നുണ്ട്. ആ അപ്പീൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം, PSCയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം എങ്ങനെയാകണം എന്ന കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കപ്പെടും. ഇപ്പോഴും പൂർണ്ണമായും നിരാശയ്ക്ക് കാരണമില്ല, അത്ര അഗാധമായി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യവുമില്ല. നമുക്ക് ഈ കേസിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ 2023 ഒറിജിൻ ചെയ്ത ഒരു കേസ്, ഒരു റിട്ട് ഹർജിയാണ്. 9309 WPC 9309. നീതു സുരേന്ദ്രനും 7 ഉദ്യോഗാർത്ഥികളും അവർ ഡിഗ്രി ഹോൾഡേഴ്സാണ്. അവർ പറഞ്ഞത് PSCയുടെ നോട്ടിഫിക്കേഷൻ സർവകലാശാലകളുടെ സ്പെഷ്യൽ റൂൾസിന് എതിരാണ്. അതിനെതിരായിട്ടാണ് നോട്ടിഫിക്കേഷനിൽ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കാരെയായ ഞങ്ങളെയും സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഈ വിധി പ്രസ്താവത്തിലൂടെ കോടതി പറഞ്ഞു, ഇവർ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അപേക്ഷകരായിരിക്കാൻ യോഗ്യരാണ്, അവരെ പങ്കെടുപ്പിക്കേണ്ടതാണ് എന്ന് കോടതി പറഞ്ഞു. ഇത്രേ കോടതി പറഞ്ഞുള്ളൂ. കോടതി റദ്ദാക്കണമെന്നോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ കോടതി സുവ്യക്തമായി വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ച് വാക്കുകളിലൊന്ന് വിവരിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? യൂണിവേഴ്സിറ്റി എന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ? യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം അതിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റിന് യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കാം, പക്ഷേ അവയിൽ ടീച്ചിങ് സ്റ്റാഫ് ആകട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആകട്ടെ, അവിടുത്തെ സ്റ്റാഫിൻ്റെ യോഗ്യതയെപ്പറ്റി നിശ്ചയിക്കുന്നതിനുള്ള സ്പെഷ്യൽ റൂൾസ് അവരെ നിർമ്മിക്കണം. ഗവൺമെന്റ് അതിന് അപ്രൂവൽ കൊടുക്കണം. മറ്റൊരു കാര്യം, 13 യൂണിവേഴ്സിറ്റികളാണ് റെസ്പോണ്ടൻസ് ആയി നിൽക്കുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് റെസ്പോണ്ടന്റ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്, രണ്ടാമത്തെ റെസ്പോണ്ടന്റ് PSC ആണ്, മൂന്നാമത്തെ റെസ്പോണ്ടന്റും സെക്രട്ടറി PSC ആണ്. ബാക്കി 13 റെസ്പോണ്ടൻസ്, 16ൽ 13 യൂണിവേഴ്സിറ്റികളാണ്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെയുള്ള സ്പെഷ്യൽ റൂൾസിൽ അവർ ഡിഗ്രി പറഞ്ഞിരുന്നില്ല, ഡിഗ്രി പാടില്ലെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ 3 യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കോടതിയോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അത് ഡിഗ്രി ഒഴിവാക്കിക്കൊണ്ട് സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യാനുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്കി 10 യൂണിവേഴ്സിറ്റികൾ അതിനെപ്പറ്റിയും പറയുന്നില്ല. ഏതോ ഒരു യൂണിവേഴ്സിറ്റി പറയുന്നു, ഞങ്ങൾക്ക് 6 പോസ്റ്റുകൾ സർക്കാർ തന്നു, അതിൽ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള അനുമതിയും അവർ തന്നിട്ടുണ്ട്, വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വാദഗതികൾ റെസ്പോണ്ടൻസിൽ നിന്നുണ്ട്. അതിന് PSC എന്താ പറയുന്നത്? PSC പറയുകയാണ്, ഇത് ഗവൺമെന്റ് ഇറക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ. ആ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വിളിച്ചത്, ഞങ്ങൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ചെയ്തത്, ഞങ്ങളായിട്ടൊന്നും അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴത് പിന്നീട് എത്തുന്നത് ഗവൺമെന്റിലേക്കാണ്. ഗവൺമെന്റ് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല, യൂണിവേഴ്സിറ്റികളുടെ സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്ത ശേഷം എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ സമയം കിട്ടിയില്ല പോലും. 2015 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫംഗ്ഷൻ ആസ് റെസ്പെക്ട് അണ്ടർ ദ യൂണിവേഴ്സിറ്റീസ് ആക്ട് കേരള നിയമസഭ പാസ്സാക്കുകയാണ്.
ആ ആക്റ്റിലൂടെ കേരളത്തിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ നിയമനം PSCക്ക് വിടുകയാണ്. 15 മുതൽ 2022 വരെ സുദീർഘമായ ഒരു കാലഘട്ടം ലഭിച്ചിട്ട് 7 വർഷം ലഭിച്ചിട്ട് ഗവൺമെന്റിന് ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കുകയല്ല, സ്പെഷ്യൽ റൂൾസിലെ ഒരു ടേം ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. അത് നടന്നില്ല പോലും. സർക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു, അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ, അതായത് ഗ്രാജുവേറ്റ്സ് അല്ലാത്ത ആളുകളെ ഈ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സതുദ്ദേശമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. കോടതി അതും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗുഡ് ഇന്റൻഷൻ, അത് നല്ല ലക്ഷ്യം തന്നെയാണ്. പക്ഷേ അതിനു വേണ്ട നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിക്കാം. നിയമസഭ നിയമം പാസ്സാക്കുന്നത് പോലെ തന്നെ ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിക്കാം. അത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്, അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഇവിടെ ഇക്കാര്യത്തിൽ സ്റ്റാറ്റ്യൂട്ട് പുറപ്പെടുവിക്കാൻ പ്രധാന നിയമം, നിയമസഭ പാസ്സാക്കിയ നിയമം അനുമതി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? കേരള യൂണിവേഴ്സിറ്റി ആക്ട് ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? യൂണിവേഴ്സിറ്റികൾക്കാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ ആദ്യം അത് അമെൻഡ് ചെയ്തതിന് ശേഷം വേണ്ടേ നിങ്ങൾ ഇതിനെ ഏകീകരിച്ചുകൊണ്ട് PSCക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കാൻ? അത് ഗവൺമെൻറ് ചെയ്തില്ല. ഗവൺമെൻറ് ഇത് ചെയ്യേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരിത് ചെയ്തില്ല. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പാകപ്പിഴ സംഭവിച്ചത്. ഇനി PSCയുടെ പേരിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ, PSC ഈ എക്സിക്യൂട്ടീവ് ഓർഡർ കിട്ടിയപ്പോൾ PSC ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണമായിരുന്നടാ, ഇത് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ റൂൾസ് കൂടി അമെൻഡ് ചെയ്തിട്ടാണോ ഇവർ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്നത് എന്ന് PSC പരിശോധിക്കണമായിരുന്നു. PSC അത് പരിശോധിച്ചില്ല. അത് PSCയുടെ ഭാഗത്തുമുള്ള ഒരു വീഴ്ചയാണ്. അപ്പം ഈ വീഴ്ചകൾക്ക് ബലിയാടായി മാറിയത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. ഇവിടെ പലരും പല രീതികളിൽ ഇങ്ങനെ വ്യാപൃതരാകുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന വിദ്യാർത്ഥികളാണ്. കാരണം അവരോട് എനിക്കുള്ളൊരു സഹതാപം എന്ന് പറയുന്നത്, ഇപ്പോൾ മറ്റു ഒരുപാട് പരീക്ഷകൾ വരികയാണ്. ആ പരീക്ഷകൾക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാരണം അവരുടെ സ്വസ്ഥത പോയി. ഈ ഒരവസ്ഥയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി ഇത് അപ്പീലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകണമെങ്കിൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കണം. 3 യൂണിവേഴ്സിറ്റികൾ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ബാക്കി യൂണിവേഴ്സിറ്റികളെ കൊണ്ടും അതൊന്ന് അമെൻഡ് ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ. സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കണ്ടല്ലോ, ഒരു അമെൻമെൻ്റ് അല്ലേ ഉള്ളൂ. ആ അമെൻമെൻറ്റ് പൂർത്തിയാക്കി ഹിയറിങ്ങിന് മുൻപ് തന്നെ ഞങ്ങളിത് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഏകീകരിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓർഡറിലെ സ്വരവും ഇതിലെ സ്വരവും ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചുള്ള നേരത്തെയുള്ള ഉത്തരവ് തിരുത്തിക്കൊണ്ട് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അനുമതി തരണമെന്ന് നിർദ്ദേശിച്ചാൽ കോടതി ഒരു കാരണവശാലും എതിരായി വിധിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത് നിയമത്തിൻ്റെ പ്രാബല്യത്തോടുകൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ചിലരോർക്കും മുൻകാല പ്രാബല്യത്തോടുകൂടി സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ശേഷം അതിന് പ്രാബല്യമുണ്ടാകുമെന്ന് ചോദിച്ചാൽ, മുൻപ് കുറേ വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറ്റില്ല. മുൻകാല പ്രാബല്യത്തോടെ സ്പെഷ്യൽ റൂൾസ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ റണ്ണിങ്ങിലാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷനിൽ അത് പ്രാവർത്തികമാക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അടുത്ത കാലത്തായിട്ട് വന്ന ധാരാളം കോടതി വിധികളിൽ സർക്കാർ മുൻകാല പ്രാബല്യത്തോടുകൂടി സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപ്രകാരം തന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. PSC നോട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു പോലും നമ്മൾ കണ്ടതാണ് ഫീൽഡ് വർക്കറെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷനിലെ LGSനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരുപാട് പോസ്റ്റുകളിൽ അങ്ങനെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാവില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയാണിത്. അത് മനഃപൂർവ്വമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ചിലപ്പോഴത് മതി, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ഇതൊക്കെ ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഇതെല്ലാം നിൽക്കുമെന്നൊരു മനോഭാവം ആ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിപ്പോയിരിക്കാം. പക്ഷേ അത് നിയമപരമല്ല. നമുക്ക് നിയമസഭ നിർമ്മിക്കുന്ന നിയമത്തിന് കൂടാതെ ഗവൺമെൻറ് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുമ്പോൾ അതൊരു ലെജിസ്ലേഷനാണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടാണ്. പക്ഷേ ആ സ്റ്റാറ്റ്യൂട്ട് നിലനിൽക്കണമെങ്കിൽ അത് നിയമസഭ പാസ്സാക്കുന്ന നിയമത്തിൻ്റെ അനുസൃതമായിരിക്കണം. കേരള യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ആക്ടിൽ പറയുന്നത് യോഗ്യത നിശ്ചയിക്കാനുള്ള അധികാരം യൂണിവേഴ്സിറ്റിക്കല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ കൊണ്ട് അതൊന്ന് ചെയ്യിച്ചിട്ട് പിന്നീട് ഇവർ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെയൊക്കെ കൊണ്ട് ഈ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കിയ ശേഷം കോടതിയിൽ പ്രസൻറ്റ് ചെയ്താൽ ഈ കേസിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നേരത്തെയുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കും. ഇനി അതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ ഈ ലിസ്റ്റിൽ PSCക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? ഇവരെ ഇങ്ങനെ നിർത്തിയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ എടുത്ത് ഡിഗ്രിക്കാരെ എല്ലാവരെയും കൂടെ ക്ഷണിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു പരീക്ഷ നടത്തി
അവർക്ക് വേണ്ടി പ്രിലിമിനറി നടത്തി, അവർക്ക് വേണ്ടി ഫൈനൽ നടത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? വളരെ അസാധ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ നോർമലൈസേഷനും ഒക്കെ നടത്തിയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി വീണ്ടും അതിനകത്തൊരു നോർമലൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട് PSC പരീക്ഷകളിൽ 2ഉം 3ഉം ഘട്ടങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിൽ ഒരു പരീക്ഷയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു, ഒരു പരീക്ഷയിൽ 8 മാർക്കിൻ്റെ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു, ഒരു പരീക്ഷയിൽ 16 മാർക്കിൻ്റെ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ 3 ഘട്ടങ്ങൾ തമ്മിൽ എന്തുമാത്രം അനോമലിയ ഉണ്ടാകുക. PSC പറയുമ്പോൾ PSC പറയും ഞങ്ങളത് 16 മാർക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് 84 മാർക്കിൽ കിട്ടുന്ന മാർക്കായിട്ട് പരിഗണിച്ചിട്ട് പിന്നീട് അത് 100ൽ കിട്ടുന്ന മാർക്കായിട്ട് എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളിത് ഡിലീറ്റ് ചെയ്യുന്നത് ഈ 16 ക്വസ്റ്റ്യൻസിൽ വ്യക്തമായ ആൻസർ ഇല്ലാത്തത് കൊണ്ടല്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുക? പിന്നീട് നിങ്ങൾ മാർക്ക് ആനുപാതികമായി അനുവദിക്കുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ടല്ലേ കിട്ടുക? അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വീക്കായി പോവുകയല്ലേ ചെയ്യുക? അപ്പം അതുകൊണ്ട് PSCയും ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യപേപ്പറിൽ ഉണ്ടാകാവുന്ന ഈ പിശകുകൾ, അബദ്ധങ്ങൾ ഒക്കെ ഒന്ന് പരിഹരിക്കാൻ എന്താണ് പ്രായോഗിക മാർഗം? എനിക്കറിയാം PSCയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ അപാകത പരിഹരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിലൊരു ക്രോസ് ചെക്ക് നടക്കില്ല. കാരണം ക്രോസ് ചെക്ക് നടന്നാൽ അതിൻ്റെ രഹസ്യം ചോർന്നു പോകും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഇതിനു വേണ്ടിയുള്ള എക്സ്പെർട്ടുകൾ കുറ്റമറ്റ രീതിയിൽ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിൽ 16 തെറ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ 16% തെറ്റ് വരിക എന്നാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന എക്സ്പെർട്ടിനെ നമ്മൾ എന്താണ് വിളിക്കുക, എന്താണ് പറയുക? അപ്പോൾ ആ കാര്യത്തിൽ PSCയുടെ ഭാഗത്തു നിന്നും കറക്ഷൻസ് ഉണ്ടാകണം. ഉദ്യോഗസ്ഥർ കുറേ കൂടെ ജാഗരൂകരായാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുമില്ല, കാലതാമസം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിക്ക് മുൻപാകെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. വളരെ കമ്പാഷനേറ്റായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നീതി നൽകണമെന്ന് അഭ്യർത്ഥിക്കണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ, ഞാൻ നടപടികൾ എന്തൊക്കെയാണെന്ന് ഞാനിതിൽ വ്യക്തമാക്കി കഴിഞ്ഞു, ആ നടപടികൾ സ്വീകരിക്കാൻ പറയുക. ഇത്രയുമാണ് എൻ്റെ ഒരു പ്രായോഗിക പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും ഇതിൽ വിമർശിക്കാൻ തുനിഞ്ഞിട്ടില്ല. ഈ കോടതി വിധിയെ ഒന്ന് വിലയിരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഗവൺമെൻറ്റിനുണ്ടായ വീഴ്ച, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായ വീഴ്ച, PSC അത് പരിശോധിക്കാതെ പോയതൊക്കെ അവിടെ കൈകാര്യം ചെയ്തവരുടെ പൂർണ്ണമായ ഒരു അറിവില്ലായ്മ കൊണ്ടുമായിരിക്കാം. പക്ഷേ ആ അറിവില്ലായ്മയിൽ രക്തസാക്ഷികളാക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എന്ന സത്യം മറന്നുകൂടാ. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അത് വിജയം പ്രാപിക്കുന്നത് നമ്മൾ വളരെ സ്പീഡിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുക, അത് സുതാര്യമാവുക, അത് ഇഫക്റ്റീവാകുക, ജനങ്ങൾക്ക് സേവനം ലഭ്യമാകുക എന്നതിലൂടെയാണ്. അവിടെ ഗവൺമെൻറ്റിനും PSCക്കും യൂണിവേഴ്സിറ്റികളുടെ ഗവേണിംഗ് ബോഡിക്കും ഒക്കെ ഒരു നീതി ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഒട്ടും നിരാശരാവരുത്. ഈ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്, ഇനി വരുന്ന LDC പരീക്ഷയൊക്കെ വരികയല്ലേ, നിങ്ങളിതോർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം തന്നെ ഗവൺമെൻറ്റിൻ്റെയും PSCയുടെയും ഭാഗത്തുനിന്നുണ്ടാകുമെന്നും നിങ്ങൾക്ക് അനുകൂലമായ വിധി തന്നെ അടുത്ത സ്റ്റേജിൽ പ്രതീക്ഷിക്കാമെന്നും ഒക്കെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് പ്രത്യാശിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ഓർത്തുകൊണ്ട് അടുത്ത പരീക്ഷ എഴുതുന്നതിനെ അത് ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങളൊക്കെ തന്നെ ഇതിൽ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ അല്പം കൂടെ ശ്രമിച്ചാൽ അടുത്ത റാങ്ക് ലിസ്റ്റുകളിലും ഒക്കെ കയറിപ്പറ്റാൻ പറ്റും. LDCയും മറ്റ് റാങ്ക് ലിസ്റ്റുകളും കയറിപ്പറ്റാൻ പറ്റും. ഇത് വരുമ്പോൾ നമുക്ക് അതിലേക്കും കയറിപ്പോകാം. അതാവശ്യമെങ്കിൽ അതും സ്വീകരിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ഉപദേശം, ഒരു അഡ്വൈസ് മാത്രമായി കരുതുക. നമുക്ക് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോടെ മുന്നോട്ട് പോകാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും നിയമജ്ഞന്മാരോട് കൂടി ആലോചിച്ചുകൊണ്ട് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേരാൻ, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ അറിയില്ല, അതിൽ കക്ഷി ചേരാൻ കഴിയുമോ എന്നുള്ളത് വളരെ വിദഗ്ധനായ ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ആരാഞ്ഞ ശേഷം മാത്രം അത്തരം കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുക. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾക്കെല്ലാം നല്ലത് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.